29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 3ാം ദിനവും സിനിമകളുടെ പ്രദർശനം തുടരുകയാണ്. വ്യത്യസ്തമായ 67 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ചലച്ചിത്രമേളയിൽ ആദ്യമായി മുതിർന്ന വനിതകളെ ആദരിക്കുന്ന ചടങ്ങും ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. മാനസ മനോജ തത്സമയം ചേരുകയാണ്. IFFK വേദിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. മാനസ, വളരെ ആവേശത്തിലാണ് അവിടേക്ക് എത്തുന്ന ഓരോ ആളുകളും. മാത്രമല്ല, ഏറ്റവും പ്രധാനം നമ്മൾ അവസാനം പറഞ്ഞതുപോലെ മുതിർന്ന വനിതകളെ ആദരിക്കുന്ന ചടങ്ങ്, അതിന് മുന്നോടിയായുള്ള ചായ സൽക്കാരമൊക്കെ ഇപ്പോൾ നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് മാനസ അവിടുത്തെ വിവരങ്ങൾ? തീർച്ചയായും അസിത, ഇത്തവണത്തെ IFFKക്ക് നിരവധി വിശേഷങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പ്രത്യേകതകളാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും 67 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ന് വ്യത്യസ്ത ചിത്രങ്ങൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. പൊതുവെ അതിൻ്റെ ഒരു തിരക്ക് കൂടി ഇന്നുണ്ട്. 13,000-ഓളം ഡെലിഗേറ്റുകളാണ് ഇത്തവണ IFFKയിൽ രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാവിലത്തെ ഷോകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഷോകളിലും തന്നെ നിരവധി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നതും. ഇന്നും ഇത്തരത്തിൽ പ്രേക്ഷക ശ്രദ്ധയാകർഷിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഈ IFFK മേളയിൽ പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണ് എടുത്തു പറയേണ്ടത്. IFFK മേളയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ വിവിധ സംവിധാനത്തിലായാലും അതോടൊപ്പം തന്നെ സാങ്കേതിക മേഖലയിലായാലും സ്ത്രീകൾ പ്രവർത്തിച്ചു വരുന്ന സിനിമകൾ പ്രദർശനമേളയിൽ എത്തിപ്പിക്കുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ അടിച്ചമർത്തുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കുക. അങ്ങനെ സിനിമകളുടെ സെലക്ഷനിലും ഇത്തവണ വളരെ മികച്ച അഭിപ്രായം തന്നെയായിരുന്നു ഈ പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിശാഗന്ധിയിലാണ്. നിശാഗന്ധി പ്രധാന കേന്ദ്രം തന്നെയാണ് IFFKയിലേത്. അപ്പോൾ ഇവിടെ അല്പസമയത്തിനകം തന്നെ ഈ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ട്. അതായത് പഴയ കാല നടിമാർ, ഇപ്പോഴും സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നിരവധി അഭിനയിച്ച പഴയ കാല നടിമാരെ ആദരിക്കുന്ന ചടങ്ങാണ് 4:30-നാണ് നടക്കുന്നത്. മന്ത്രി സജി ചെറിയാനാണ് ഈ നടിമാരെ ആദരിക്കുന്നത്. അതും കാണാനായി നിരവധി പേര് തന്നെയാണ്, അതായത് സിനിമ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്യൂ നിന്ന് പോലും കിട്ടാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെയും ഈ പരിപാടി കാണാനായി എത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാകും, നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഡെലിഗേറ്റ്സ് ആണ്. ഈ സിനിമ ഉണ്ടോ? ഈ ചലച്ചിത്രമേളയുടെ വൈബ് ആസ്വദിക്കാനായി വന്നതാണ്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളൊരു ആപ്പിൻ്റെ പ്രൊമോഷൻ, അങ്ങനെ ഒരു വോളണ്ടിയർ ആയിട്ടാണ്. സോ ഇവിടെ കറങ്ങി നടന്ന് കണ്ടത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതെൻ്റെ 2ാമത്തെ ഫിലിം ഫെസ്റ്റിവലാണ്. ഇത് ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ. കുറേ ആൾക്കാരെ കാണാൻ പറ്റി, ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഈ ഫിലിം ഫെസ്റ്റിവൽ. 2ാമത്തെ മേളയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമ കാണുന്നത് ഈ മേളയിലാണോ അതോ കഴിഞ്ഞ മേളയിൽ കണ്ടിരുന്നു? ഇല്ല, ഞാൻ 2 മേളയിൽ സിനിമ കണ്ടിട്ടില്ല. സോ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു, സംസാരിച്ചു, ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ടു. ദാറ്റ്സ് ഓൾ. സിനിമ കാണാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. കാണണമെന്നാണ് ഒരാഗ്രഹം. ഇന്ന് രാത്രി ചിലപ്പോൾ കിട്ടിയാൽ കാണാം. തിരുവനന്തപുരം തന്നെയാണോ സ്ഥലം? ഞാനിപ്പോൾ ട്രിവാൻഡ്രമാണ് പഠിക്കുന്നത്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, IFFK നടക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ കൂടിയും തിരുവനന്തപുരത്ത് ഈ 7 ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നായി, വിവിധ രാജ്യങ്ങളിൽ മാത്രമല്ല ഇത്തരം മേളകൾ, അത് ചലച്ചിത്രമേള ആയിക്കോട്ടെ, സാഹിത്യമേളകളായിക്കോട്ടെ, അവിടെ ഈ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ ഇപ്പോൾ അവർ തന്നെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കളോടൊപ്പം എത്തുക. അങ്ങനെ ഈ മേളകൾ കേന്ദ്രീകരിച്ചുള്ള ചില സൗഹൃദ വലയങ്ങൾ പോലുമുണ്ട്. അപ്പോൾ ഓരോ വർഷവും അവരെയൊക്കെ കാണുക, ആ മനസ്സ് ഇപ്പോൾ അവരോട് ചോദിച്ച അതേ ഭാഷയിൽ ആവർത്തിക്കുകയാണെങ്കിൽ ആ വൈബ് ആസ്വദിക്കുക, ഇങ്ങനെയും ചില ആളുകളൊക്കെ എത്തുന്നുണ്ടല്ലേ മേളകൾക്കായി? അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഞാനും ഈ മേളയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 4 വർഷത്തോളമാകുന്നു. പഠിക്കുന്ന കാലം തൊട്ട് ഈ മേളയുടെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേളകളിൽ നിന്ന് മാത്രമായി നമുക്ക് കിട്ടുന്ന സൗഹൃദ വലയങ്ങളുണ്ട്. അത് തന്നെ ആസ്വദിക്കാനായി എത്തുന്നവരുമുണ്ട്. അതായത് സിനിമ കാണുന്നതിനോടൊപ്പം സൗഹൃദ വലയങ്ങളെ ഒന്നുകൂടി കാണുക, ആ സൗഹൃദം പുതുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ വേണ്ടി മേള ആസ്വദിച്ച് എത്തുന്നവരുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു
നേരത്തെ തന്നെ നിരവധി തിയേറ്ററുകളിലായാണ് ഇത്തരത്തിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. ആ സമയങ്ങളിൽ അതായത് 7 ദിവസവും തലസ്ഥാനത്ത് ഒരു സിനിമാ പൂരം തന്നെയാണ് അരങ്ങേറുന്നത്. വിവിധ തിയേറ്ററുകളിലായി മാറി മാറി സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് നിരവധി ആളുകളെയാണ് പരിചയപ്പെടാൻ സാധിക്കുന്നത്. അതായത് പല ഭാഗങ്ങളിൽ നിന്നും വന്ന ആളുകളെ നമുക്ക് പരിചയപ്പെടാനും അവരുമായി സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അത് വീണ്ടും വീണ്ടും പുതുക്കിയെടുക്കുന്ന ഒരു വേദി കൂടിയായി മാറി IFFK എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. ഇത്തവണയും അത്തരത്തിൽ ചില ആളുകളെ തന്നെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ചില ആളുകൾ. എങ്കിൽ കൂടിയും സിനിമ കാണുന്ന ആളുകൾ ഏറെ വർദ്ധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വൈബ് ആസ്വദിക്കുന്നവരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ വൈബ് ആസ്വദിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം. കാരണം എല്ലാ സിനിമയും പ്രദർശിപ്പിക്കുമ്പോൾ തിയേറ്റർ പരിസരത്ത് ആളുകൾ കുറയുന്നത് അതിനർത്ഥം അതായത് സിനിമ കാണാനായി എല്ലാവരും സമയം ചിലവഴിക്കുകയും ഒപ്പം വൈകുന്നേരങ്ങളിൽ ഉള്ള സമയങ്ങൾ മാത്രമായി ഈ സൗഹൃദ വലയങ്ങൾ അവസരം അല്ലെങ്കിൽ സൗഹൃദം പുതുക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ നൃത്ത സന്ധ്യകളാണ്, അതായത് കലാപരിപാടികളാണ്. കഴിഞ്ഞ ദിവസം ഈ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മാനവീയം വീതിയിലാണ് കലാപരിപാടികൾക്കായുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചലച്ചിത്രമേള അറേഞ്ച് ചെയ്ത രീതിയെ തന്നെ പ്രശംസിച്ചുകൊണ്ട് പ്രേക്ഷകർ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ നിശാഗന്ധിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 4:30 പരിപാടി. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെയും വന്ന് ചേരുന്ന ഒരു നിമിഷമാണ്. ഈ പരിപാടി കാണാനായി വന്നതാണോ? അതെ. മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. സംസ്ഥാന സർക്കാർ എപ്പോഴും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഒരു ഉദാത്ത മാതൃക തന്നെയാണിത്. എന്ത് തോന്നുന്നു? തീർച്ചയായും ഇനാഗുറൽ സെറമണിക്ക് വന്നപ്പോൾ മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളിലാണെങ്കിൽ കൂടി വ്യക്തമായിട്ടൊരു വിമൻ പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടതാണ്. സിനിമകളാണെങ്കിൽ എനിക്കൊന്നു ഫീമെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. ചലച്ചിത്രമേളയിൽ ആദ്യമായാണ് വനിതകൾക്കൊരു ആദരം ഒരുക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിലവിലെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിനകത്ത് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്നൊരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ മലയാള സിനിമ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു കാര്യമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. IFFK മേളയിൽ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ്. ഒരു 2-3 വർഷത്തിന് മുമ്പ് വന്നിരുന്നു. പിന്നെ ഈ വർഷമാണ് വരുന്നത്. എങ്ങനെ തോന്നുന്നു ആ ഒരു വർഷങ്ങളിലെ മാറ്റങ്ങൾ ഓർഗനൈസിംഗ് ഒക്കെ എനിക്കൊന്നൊരു 2-3 വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പിന്നെ ഈ പെട്ടെന്ന് റിസർവേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പല സിനിമകളും മിസ്സായിട്ട് വരുന്ന ഒരു പ്രയാസമുണ്ട്. അതേ ഉള്ളൂ. ശരി മാനസ, എന്തായാലും ആ നിലയിലാണ് ആളുകളൊക്കെയും ചലച്ചിത്രമേളയെ വരവേൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാനസയുള്ളത് നിശാഗന്ധിയിലാണ്. അവിടെ അല്പസമയത്തിനകം തന്നെ ചലച്ചിത്രമേളയിലെ മുതിർന്ന വനിതകളെ ആദരിക്കുന്ന ചടങ്ങാണ്. അത് കാണാനായി എത്തിയിരിക്കുന്ന ആളുകൂടിയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. ഒരുപാട് ചിത്രങ്ങൾ ഇന്നും ഇന്നലെയും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെയും പ്രദർശിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.